എ ടൈം വിൽ കം, ചരിത്രത്തിലൊരു ദിവസം, ആ ദിവസത്തിൽ എന്താ സംഭവിക്കുന്നത്? അവരുടെ ജനത്തെ മടക്കിക്കൊണ്ടുവരും. അവിടെ ഞാൻ പണിയും, അവിടെ ഞാൻ നടും. നമ്മൾ ഇന്ന് കാണുന്ന വ്യത്യാസം അതാണ്. ഒരിക്കൽ ശൂന്യമായി കിടന്ന സ്ഥലം ഇന്ന് ഏദൻ തോട്ടം പോലെയായി മാറുകയാണ്. ഇവർ അറബികളുടെ കയ്യിൽ നിന്ന് സ്ഥലം മേടിച്ചു, വലിയ വില കൊടുത്ത് മേടിച്ചിട്ടാണ് ഇവരുടെ അവിടുത്തെ ഇസ്രായേൽ മക്കളുടെ എണ്ണം കൂടുന്നത്. അവരുടെ ചോര നീരാക്കിയാണ് ഈ ഭൂമി അവർ ഈ വിധത്തിലാക്കിയത്. 300 5 സ്റ്റാർ ഹോട്ടലുണ്ട് ടെലവീവിൽ. ദൈവം പറഞ്ഞു, ഞാനൊരു പുതുമ സൃഷ്ടിക്കും, സ്ത്രീ പുരുഷനെ പരിപാലിക്കും. നമ്മുടെ കൺമുമ്പിൽ ഇന്ന് കാണുകയാണ്. യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവും ഏതാണ്ട് എന്ന് സംഭവിക്കുമെന്നൊരു സൂചനയോടെയുണ്ട്. വീണ്ടും സ്വാഗതം ലൈഫ് ഫോക്കസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക്. നമ്മൾ ഇസ്രായേലിനെ പറ്റിയുള്ള ടോക്സാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മധ്യത്തിൽ ഇവാഞ്ചലിസ്റ്റ് ജോൺ പി തോമസ് അവർകളുണ്ട്. സ്വാഗതം വീണ്ടും. നമ്മൾ ഈ ഇസ്രായേലിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നല്ലോ കഴിഞ്ഞ എപ്പിസോഡുകളിൽ. അവരെ മടക്കി കൊണ്ടുവന്ന കാര്യം, അവർ 1948 അവർ രാജ്യമായി സ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ ആ സ്ഥാപിക്കപ്പെട്ടപ്പോൾ ഏതെല്ലാം നിലയിൽ അവർ റീസ്റ്റോർ ചെയ്യപ്പെട്ടു? അതായത് ഒരു മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നതെന്ന് താങ്കൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഈ മരുഭൂമിയിൽ ഒന്നുമില്ലാതെ കിടന്ന മരുഭൂമിയിലേക്ക് കൊണ്ടുവന്ന് അവരെ ഒരു രാജ്യമാക്കിയപ്പോൾ ഏതെല്ലാം നിലയിലാണ് ഇപ്പോൾ ഉള്ള അവരുടെ ഡെവലപ്മെൻറ്റ്സ്? അതായത് ദൈവത്തിൻ്റെ ന്യായവിധി അവരുടെ മേൽ വന്നു. അങ്ങനെയാണ് അവരെ ചിതറിച്ച്. ഇവരെ ചിതറിച്ചപ്പോൾ ദൈവം വേറൊരു കാര്യം ചെയ്തു. ദൈവം മുമ്പ് കൂട്ടി പറഞ്ഞു, നിങ്ങളുടെ ദേശം ഞാൻ മരുഭൂമിയാക്കും. ലേവ്യ പുസ്തകത്തിലും ഒക്കെ ഉണ്ട്. ഞാൻ എല്ലാ വാക്യങ്ങളും എടുക്കുന്നില്ലെന്നേ ഉള്ളൂ. അതായത് ഇവരെ ചിതറിച്ചതിന് ശേഷം അത് മരുഭൂമി ആകുകയായിരുന്നു. ദൈവം ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ മഴ നിർത്തിക്കളഞ്ഞു. മഴ നിർത്തി. ഒരു ദേശത്തൊരു 2000 വർഷം അല്ലെ 1800 വർഷം മഴ പെയ്യാതിരുന്നാൽ എങ്ങനെയുണ്ട്? വരണ്ട ഭൂമിയായിപ്പോൾ ഒരു ഇരുമ്പ് പോലെ ആകും. വരണ്ടിട്ട് ഒരു പുല്ല് പോലും മുളയ്ക്കത്തില്ല. അതിൽ യാത്ര ചെയ്തിട്ടുള്ളൊരു 17th സെഞ്ചുറിയിലൊക്കെ യാത്ര ചെയ്തവർ ആ യാത്രാ വിവരണം ഞാൻ വായിച്ചിട്ടുണ്ട്. അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഡെസൊലേഷൻ പെർപ്പച്വൽ ഡെസൊലേഷൻ. ശൂന്യത നിത്യശൂന്യത. മനുഷ്യനുമില്ല, മൃഗവുമില്ല, ഒരു വൃക്ഷമില്ല, പുല്ലുകൾ പോലും മുളയ്ക്കുന്നില്ല, വെള്ളവുമില്ല. അപ്പോൾ അതുപോലെ ശൂന്യമായ ഒരു അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. ഇസ്രായേൽ രാഷ്ട്രം, നമ്മൾ അവരുടെ ദേശത്തെക്കുറിച്ച് പഠിച്ചാൽ ദൈവം അവിടെ മഴ നിർത്തിക്കളഞ്ഞു. അവരോടുള്ള വിരക്തിയാണ്. അതായത് മുൻമഴയും പിന്മഴയും അതാത് സമയത്ത് കൊടുത്തുകൊണ്ടിരുന്നത്. അവർ ദൈവത്തെ വേണ്ടവണ്ണം അറിയാതെ വന്നപ്പോൾ ദൈവം ആ നന്മയ്ക്ക് മുടക്കം വരുത്തി. ഞാൻ ജെറമ്യാവ് 5 ഇങ്ങനെ പറയുന്നുണ്ട്, 5-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം, മുൻമഴയും പിന്മഴയും ഇങ്ങനെ നമുക്ക് അതാത് സമയത്ത് വേണ്ടുന്ന മഴ തരികയും കൊയ്ത്തിനുള്ള കാലാവധി പാലിച്ചു തരികയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ യഹോവയുടെ നാം ഭയപ്പെടുക എന്ന് അവർ ഹൃദയത്തിൽ പറഞ്ഞതുമില്ല. ഇവ മാറിപ്പോകുവാൻ നിങ്ങളുടെ അകൃത്യം അത്രേ കാരണം, നിങ്ങളുടെ പാപങ്ങൾ അത്രേ ഈ നന്മയ്ക്ക് മുടക്കം വന്നത്. അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 2-ാം വാക്യത്തിൽ 3-ാം വാക്യം, അതുകൊണ്ട് മഴ നിന്നുപോയി, പിന്മഴ പെയ്തതുമില്ല. ഒരു വാക്യം കൂടെ ഞാൻ വായിക്കാം, കാരണം ഇത് വളരെ അറിയപ്പെട്ട ഒരു വാക്യമാണ്. യെശയ്യാ പ്രവചനം 5-ാം അധ്യായത്തിൽ ദൈവം എടുത്തു പറഞ്ഞു. 5-ാം അധ്യായത്തിൽ അതിൽ മഴ 5-ന്റെ 6-ാം വാക്യത്തിൻ്റെ അവസാനമാണ്. അതിൽ മഴ പെയ്യരുതെന്ന് ഞാൻ മേഘങ്ങളോട് കൽപ്പിക്കും. അതായത് പാലും തേനും ഒഴുകുന്ന ദേശമാണ് ഈ ദേശം. അങ്ങനെയാണല്ലോ ഈ ദേശത്തെ പറഞ്ഞിരിക്കുന്നത്, കനാൻ നാട്. പാലും തേനും ഒഴുകുന്ന ദേശമാണ്. ആ ദേശം ദൈവത്തിൻ്റെ അപ്രീതി ഈ ജനത്തിന് വന്നപ്പോൾ അവരെ ചിതറിക്കുക മാത്രമല്ല, ആ ദേശത്ത് ദൈവം മഴ നിർത്തിക്കളഞ്ഞു. നമ്മൾ ഓർക്കണം, ഒരു 1800 വർഷം മഴ പെയ്യാതെ കിടക്കുക എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് അതിലെ യാത്ര ചെയ്തവർ പിന്നീട് രേഖപ്പെടുത്തി വെച്ചു, ഡെസൊലേഷൻ പെർപ്പച്വൽ ഡെസൊലേഷൻ. ശൂന്യത നിത്യശൂന്യത. അവിടെ ഒന്നുമില്ല, മനുഷ്യനില്ല, മൃഗമില്ല, വൃക്ഷങ്ങളില്ല, പുല്ലുപോലുമില്ല, വെള്ളവുമില്ല. വളരെ ശൂന്യമായി കിടക്കുന്ന ഒരു പ്രദേശം. അങ്ങനെയുള്ളൊരു പ്രദേശത്തിലേക്ക് ഈ ജനങ്ങൾ മടങ്ങി വന്നു. ഇവർ മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഇന്ന് അവിടെ ഭയങ്കര കൃഷികളും ഭയങ്കരം
സിറ്റികളും ലോകത്തെ ഏത് രാജ്യത്തെ വെല്ലുവിളിക്കുന്ന ആധുനികമായ ഒരു ഇതിലേക്ക് ആ രാജ്യം വളർന്നു കഴിഞ്ഞു. അതിൻ്റെ കാരണം നമ്മൾ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. അതായത് ജെരമ്യാവ് 31 അധ്യായത്തിൽ വരുമ്പോൾ, ജെരമ്യാ പ്രവചനം 31 വാക്യം, ദൈവത്തിൻ്റെ 2 വിധമായ ഡീലിങ് കാണുന്നുണ്ട്. ഞാൻ ആ ഡീലിങ്ങിൻ്റെ വാക്യം ഒന്ന് വായിക്കാം. 28 വാക്യം, അന്ന് ഞാൻ പറിപ്പാനും പൊളിപ്പാനും ഇടിപ്പാനും നശിപ്പിപ്പാനും കഷ്ടപ്പെടുത്തുവാനും അവരുടെ മേൽ ജാഗരിച്ചിരുന്നത് പോലെ പണിയുവാനും നടുവാനും അവരുടെ മേൽ ജാഗരിച്ചിരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ആസ് ഐ വാസ് വാച്ചിങ് ഓവർ ദം ടു പ്ലഗ് ദം അപ്പ് ആൻഡ് ടു ഡിസ്ട്രോയ്, അവരെ പറിച്ച് മുടിച്ചു കളയുവാൻ ഞാൻ ജാഗരിച്ചതുപോലെ അവരെ നടുവാനും അവരെ പണിയുവാനും ഞാൻ ജാഗരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ 2 ഇടപെടലാണത് കൃത്യമായി. ഒരു കാലഘട്ടത്തിൽ അവരെ നശിപ്പിച്ചു കളയാൻ ദൈവം നോക്കി. എന്നാൽ മറ്റൊരു സമയത്ത് ദൈവം അവരെ പണിയാനും നടാനായിട്ടും ശ്രമിക്കുകയാണ്. 27 വാക്യത്തിൽ, ഞാൻ ഇസ്രയേൽ ഗൃഹത്തിലും യഹൂദാ ഗൃഹത്തിലും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും വിത്ത് വിതയ്ക്കുന്ന കാലം വരും. ദൈവം ഒരു കാലഘട്ടം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എ ടൈം വിൽ കം. ഒരു കാലഘട്ടം വരും, അവിടെ മനുഷ്യരെ മൃഗങ്ങളെയും ഞാൻ വീണ്ടും പാർപ്പിക്കുന്ന ദിവസം. ആ കാലമെന്നുള്ളത് ഞാൻ ഒന്നുകൂടെ എടുത്തു പറയട്ടെ, അതിൻ്റെ പ്രാധാന്യത കൊണ്ട്. ജെരമ്യാവ് തന്നെ 30:3 വാക്യം, ഞാൻ ഇസ്രയേലിലും യഹൂദയിലും എൻ്റെ ജനത്തിൻ്റെ പ്രവാസം മാറ്റുവാനുള്ള കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തിലേക്ക് അവരെ മടക്കി വരുത്തും, അവർ അതിനെ കൈവശമാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പം ദൈവം അരുളി ചെയ്യുകയാണ്, ഒരു കാലഘട്ടം വരും. എ ടൈം വിൽ കം. ചരിത്രത്തിലൊരു ദിവസം. ആ ദിവസത്തിൽ എന്താ സംഭവിക്കുന്നത്? അവരുടെ ജനത്തെ മടക്കി കൊണ്ടുവരും. അവിടെ ഞാൻ പണിയും, അവിടെ ഞാൻ നടും. നമ്മൾ ഇന്ന് കാണുന്ന വ്യത്യാസം അതാണ്. ഒരിക്കൽ ശൂന്യമായി കിടന്ന സ്ഥലം ഇന്ന് ഏദൻ തോട്ടം പോലെയായി മാറുകയാണ്. ലോകത്തിൽ ഏറ്റവും വലിയ സക്സസ്ഫുൾ അഗ്രികൾച്ചർ ആളുകളാണ് ഇവർ. ഇന്ത്യൻ ഗവൺമെൻറ് പോലെ ഡെലിഗേറ്റ്സിനെ അയച്ച് അവിടെ നിന്ന് കൃഷികൾ പഠിച്ച് ഇന്ത്യയിൽ അത് പ്രായോഗികമാക്കുവാനായിട്ട് ശ്രമിക്കുന്നു. മറ്റ് രാജ്യങ്ങളൊക്കെ ഇതുപോലെ ചെയ്യുന്നു. അത്ര വലിയ വൈദഗ്ധ്യമുള്ളവരായി മാറി. എല്ലാ മേഖലയിലും അവർ വന്നു. എന്നാൽ ഇത് മനസ്സിലാക്കാത്തൊരു വേദഭാഗം പുതിയ നിയമത്തിൽ നിന്ന് ഞാൻ വായിക്കാം. ഇത് ഞങ്ങളെ കേൾക്കുന്നവർ ഗൗരവമായി ഓർക്കണം. അതിൻ്റെ എല്ലാ ഡീറ്റെയിലും ഒന്നും പറയാനായിട്ട് നിവൃത്തിയില്ല. ഒരു ബുക്ക് എഴുതണം എന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. എന്നാൽ അതിൻ്റെ രക്തച്ചുരുക്കം ഞാൻ പറയാം. അപ്പോസ്തലപ്രവൃത്തി 3 അധ്യായത്തിൽ വരുമ്പോൾ പത്രോസിൻ്റെ 2ാമത്തെ പ്രസംഗം. പത്രോസ് പെന്തിക്കോസ്ത് പെരുന്നാളിൽ പ്രസംഗം നടത്തി. അത് കഴിഞ്ഞിട്ട് 3 അധ്യായത്തിൽ വരുമ്പോൾ അമ്മയുടെ ഗർഭപാത്രം മുതൽ മുടന്തനായി കിടന്നൊരു മനുഷ്യനെ ഭിക്ഷ ചോദിക്കുന്നത് കണ്ടിട്ട് പത്രോസ് അവനെ സുഖപ്പെടുത്തി. പത്രോസ് അവനെ സുഖപ്പെടുത്തിയപ്പോൾ യോഹന്നാനും കൂടെയുണ്ട്. പത്രോസ് യോഹന്നാനും 9 മണി നേരത്തെ പ്രാർത്ഥന, ചിലർ ഇവനെ ചുമന്നുകൊണ്ട് വന്നു. ഇവനെ സുഖപ്പെടുത്തി. ഇത് കണ്ടിട്ട് ഇസ്രായേൽ മക്കൾ ആശ്ചര്യപ്പെട്ടു. അവർ ആശ്ചര്യപ്പെട്ടു. ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട് അതിൻ്റെ 10 വാക്യത്തിൽ, ഇവന് സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിൽ ഭിക്ഷ അയച്ചുകൊണ്ടിരുന്നവൻ തന്നെ എന്ന് പറഞ്ഞു. ഇത് സംഭവിച്ചതിനെക്കുറിച്ച് വിസ്മയിച്ചും പരിഭ്രമവും നിറഞ്ഞവരായി. ആ സന്ദർഭം നോക്കി പത്രോസ് ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ യേശുക്രിസ്തുവിൻ്റെ 2ാം വരവും ഏതാണ്ട് എന്ന് സംഭവിക്കുമെന്നൊരു സൂചനയോടെയുണ്ട്. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. അവരോട് പറയുകയാണ് 17 വാക്യത്തിൽ, സഹോദരന്മാരെ, നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചെന്ന് ഞാൻ അറിയുന്നു. ദൈവമോ തൻ്റെ ക്രിസ്തു കഷ്ടം അനുഭവിക്കും എന്ന് സകല പ്രവാചകന്മാരും മുമ്പ് കൂട്ടി മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു. ആകയാൽ നിങ്ങളുടെ പാപങ്ങളെ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവേൻ. എന്നാൽ കർത്താവിൻ്റെ സമൂഹത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിച്ച ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. കർത്താവിൻ്റെ മടങ്ങിവരവാണ്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് തിരിയുക. അങ്ങനെ ചെയ്താൽ ദൈവം അവനെ അയക്കുമെന്നായി പറയുന്നത്. അത് കഴിഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞു. അതാണ് നമ്മുടെ വിഷയം. 21 വാക്യം, ദൈവം ലോകാരംഭം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം
സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാണ്. ആ വാക്കുണ്ടോ? യേശുക്രിസ്തുവിനെ സ്വർഗം കൈക്കൊണ്ടിരിക്കുകയാണ് എന്ന് വരെയാ, അണ്ടിൽ ദ ടൈംസ് ഓഫ് റിസ്റ്റോറേഷൻ. അതായത് ഇസ്രായേലിൻ്റെ റിസ്റ്റോറേഷൻ്റെ കാര്യമാണ് ഇസ്രായേൽ മക്കളോടായി പറയുന്നത്. പത്രോസ് പ്രസംഗിക്കുന്ന ഇസ്രായേൽ മക്കളോടാ. കാരണം സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ ഭിക്ഷയാദിച്ച മുടന്തനായ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ മനുഷ്യനെ സുഖപ്പെടുത്തിയിട്ട് അത് കണ്ടിട്ട് യഹൂദന്മാർ ആശ്ചര്യപ്പെട്ട് വിസ്മയവും പരിഭ്രമവും പിടിച്ചു നിൽക്കുമ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങൾ അറിയായ്മയുടെ നിങ്ങളുടെ പിതാക്കന്മാർ ചെയ്ത പോലെ ചെയ്തു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കാം, പിതാവ് അവനെ അയക്കും. എന്നിട്ടെടുത്ത് പറഞ്ഞു, ഒരു യഥാസ്ഥാനത്തിൻ്റെ കാലമുണ്ട്. വിശുദ്ധ പ്രവാചകന്മാർ പറഞ്ഞതൊക്കെ യഥാസ്ഥാനപ്പെടുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളും എന്ന് പറഞ്ഞാൽ, യഥാസ്ഥാനം കഴിയുമ്പോൾ സ്വർഗത്തിൽ നിന്ന് അവനെ ഭൂമിയിലേക്ക് അയക്കും, വീണ്ടും അയക്കും, രണ്ടാം വരവ്. അതായത് ഈ ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥ എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു രണ്ടാം വരവിൻ്റെ ഏറ്റവും വലിയ ഒരു അടയാളമാണ്. ഞാൻ ഒരു കാര്യം മാത്രം ഒന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. ഇവരിന്ന് ഇത്രയും വലിയ കൃഷി വിദഗ്ധന്മാരായി. ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ട് പറയുക, ഭയങ്കര കൃഷിയാണ്. കൃഷി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റോസ് ആൻഡ് റോസ്, ഇങ്ങനെ ഒരു ഈ ഗ്രീൻ ഹൗസ്, അതിനകത്ത് വാഴ വരെ വളർത്തിയിരിക്കുക. എന്തുമാത്രം കൃഷികളാണ്, എന്തെല്ലാം കൃഷികളാണ്. പഴങ്ങളാണ് പ്രത്യേകിച്ച്, ഭയങ്കരമായ ഫ്രൂട്ടുകൾ അവർ കൃഷി ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് ഡ്രിപ്പിംഗ് സിസ്റ്റമൊക്കെ അത് കമ്പ്യൂട്ടറൈസ് ചെയ്തിരിക്കുക. ഓരോ ചെടിക്കും ഓരോ വൃക്ഷങ്ങൾക്കും എത്ര തുള്ളി വെള്ളം വേണോ അത്രേ കൊടുക്കുള്ളൂ. അത് കമ്പ്യൂട്ടർ പറയുന്നതനുസരിച്ച് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഇത് അവിടെ മുഴുവൻ ഈ കൃഷിയിൽ അവർ അതിവൈദഗ്ധ്യമായി വന്നിരിക്കുക. എന്നാൽ ഒരു കാര്യം ഞാൻ പ്രത്യേകം ചോദിച്ചോട്ടെ, ഈ സ്ഥലത്തല്ലേ മറ്റാളുകളും പാർത്തിരുന്നേ? അവരാരും എന്നാ കൃഷി ചെയ്യാഞ്ഞേ? അന്ന് മരുഭൂമിയായി കിടന്നപ്പോൾ ആരും മൈൻഡ് ചെയ്തില്ല. ഇവർ അറബികളുടെ കയ്യിൽ നിന്ന് സ്ഥലം മേടിച്ചു, വലിയ വില കൊടുത്ത് മേടിച്ചിട്ടാണ് ഇവരുടെ അവിടുത്തെ ഇസ്രായേൽ മക്കളുടെ എണ്ണം കൂടുന്നത്. അന്ന് അവർ മേടിച്ച സ്ഥലങ്ങളാണ് നെഗവ് മരുഭൂമിയൊക്കെ. അവർക്ക് ആർക്കും വേണ്ട, അറബികൾക്ക് വേണ്ട. കാരണം ഇത് ഒന്നിനും കൊള്ളില്ല. കാരണം വെറും മരുഭൂമി. അങ്ങനെ മരുഭൂമിയും ജസ്രീൽ വാലിയുടെ ആ ഭാഗമൊക്കെ ചതുപ്പ് നിലങ്ങളാണ്. ആ ചതുപ്പെന്ന് പറഞ്ഞാൽ മലേറിയ ഇൻഫെക്റ്റഡ് ഏരിയ. അവിടെ പറയുന്നത് അവർ മണ്ണ് കഴുകിയെന്നാണ് പറയുന്നത്. മണ്ണ് വെള്ളത്തിൽ കഴുകിയെടുത്തു, ആ വെള്ളം ഡ്രെയിൻ ചെയ്തു, അവർ ഈ ഭൂമിയെ അവർ കൺവേർട്ട് ചെയ്തെടുത്തു. അവരുടെ ചോര നീരാക്കിയാണ് ഈ ഭൂമിയെ അവർ ഈ വിധത്തിലാക്കിയത്. ആക്കുമ്പോൾ ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. ഇവിടെ ഒരു ബൈബിളിൽ ഒരു സ്ട്രേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും കേൾക്കാത്ത ഒരു വിവാഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ വിവാഹം ആരോട് നടത്തുന്നതാണ്? ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഒരു ജനവും ഒരു ദേശവും തമ്മിലുള്ള വിവാഹമാണ്. യെശയ്യാപ്രവചനം 62-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം തുടങ്ങി, നിന്നെ ഇനി അസുബ എന്ന് പറഞ്ഞാൽ ഫൊർസേക്കൻ, മറന്നു കളഞ്ഞവളെന്ന് വിളിക്കപ്പെടില്ല. നിൻ്റെ ദേശത്തിന് ശമാമ അല്ലെങ്കിൽ ശൂന്യ, ഡെസലേറ്റ് എന്ന് പറയില്ല. നിനക്ക് ഹെപ്സീബ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പ്രമോദം എന്നാണ്, മൈ ഡിലൈറ്റ്. ഹെപ്സീബ എന്നും നിൻ്റെ ദേശത്തിന് ബെയൂല എന്ന് പറഞ്ഞാൽ മാരീഡ് എന്നാണ്. ബെയൂല എന്നും പേരാകും. യഹോവ നിന്നോട് പ്രിയമുണ്ടല്ലോ, നിൻ്റെ ദേശത്തിന് വിവാഹം കഴിയും. യൗവനക്കാരൻ കന്യകയെ വിവാഹം ചെയ്യുന്ന പോലെ നിൻ്റെ പുത്രന്മാർ നിന്നെ വിവാഹം ചെയ്യും. അങ്ങനത്തെ വിവാഹം കേട്ടിട്ടുണ്ടോ? ഒരു ജനം ഒരു ദേശത്തെ വിവാഹം കഴിക്കുകയാണ്. ഈ ദേശത്തിൻ്റെ പേര് അസൂബ എന്നും ഷെമാമ എന്നുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഫൊർസേക്കൺ ആൻഡ് ഡെസലേറ്റ്, മറന്നുകളഞ്ഞ ശൂന്യമായി കിടന്ന സ്ഥലം. ഇസ്രായേൽ മക്കൾ മടങ്ങി വന്ന് നമ്മൾ ഓർത്തു, നിത്യ ഉടമ്പടി കൊണ്ട് ദൈവം കൊടുത്ത വിവാഹം കഴിക്കുന്നത് എങ്ങനെയാണ്? ഉടമ്പടിയാണ്. അവൾ നിൻ്റെ ധർമ്മഭക്തി, ഷീ ഈസ് യുവർ വൈഫ് ബൈ കവനൻ്റ് എന്ന ഉടമ്പടിയുടെ ഭാര്യ. ഒരു ഉടമ്പടിയിലൂടെയാണ് ഒരു വിവാഹം നടക്കുന്നത്. ഈ ദേശം ഉടമ്പടിയോടുള്ള ബന്ധത്തിൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അവർ മടങ്ങി വന്നു. ഈ യഹൂദൻ്റെ കരങ്ങൾ ആ മണ്ണിനെ തൊട്ടപ്പോൾ പുളകിതമായി. ആ ദേശം വീണ്ടും ഫലം കായ്ക്കാൻ തുടങ്ങി. ഞാനൊരു വാക്യം വായിച്ചു കേൾപ്പിക്കാം. ഇങ്ങനെ പുളകിതമായ സ്ഥലം അതിൻ്റെ 27-ാം വാക്യത്തിൽ വായിക്കുന്നു,
27-ാം അധ്യായത്തിൽ യെശയ്യാപ്രവചനം 27-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, വരുംകാലത്ത് യാക്കോബ് വേരൂന്നി ഇസ്രായേൽ തളിർത്തു പൂക്കുകയും അങ്ങനെ ഭൂതലത്തിൻ്റെ ഉപരിഭാഗം ഫലപൂർണ്ണമാകും. ഇംഗ്ലീഷിൽ വായിച്ചാൽ ആൻഡ് ഫിൽ ദ ഫേസ് ഓഫ് ദ വേൾഡ് വിത്ത് ഫ്രൂട്ട്സ്. ഇവർ മടങ്ങി വന്ന് അവർ ഭൂമിയുടെ ഉപരിതലം പഴങ്ങൾ കൊണ്ട് നിറയ്ക്കും. ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീയെ പോലെ കിടന്ന ഒരു ഭൂമി അവരുടെ കരങ്ങൾ കൊണ്ട് പുളകിതമായി തീർന്ന്, ലോകത്തിൽ ഇന്ന് അവർ കയറ്റി അയക്കുന്ന പഴങ്ങൾ $1.3 ബില്യൺ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് അവർ കയറ്റി അയക്കുന്നു. ഓറഞ്ചസ്, ജാഫ്ന ഓറഞ്ചസ്, അവക്കാഡോസ്, പൊമിഗ്രേറ്റ്സ്, അവരുടെ ദേശത്തുണ്ടാകുന്ന പഴങ്ങൾ കാണും. വലിയ പഴങ്ങളാണ്. പൊമിഗ്രേറ്റ്സൊക്കെ വലിയ പൊമിഗ്രേറ്റ്സാണ്. ഇതൊക്കെ $1.3 ബില്യൺ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് അവരുടെ ദേശത്തിൻ്റെ ആവശ്യം കഴിഞ്ഞിട്ട് അവർ എക്സ്പോർട്ട് ചെയ്യുക, കൃഷി സാധനങ്ങൾ. അപ്പോൾ നമ്മൾ കണ്ടു, പത്രോസ് പറഞ്ഞു ഇത് റീസ്റ്റോറേഷൻ. അപ്പോൾ അഗ്രികൾച്ചർ റീസ്റ്റോറായി. നമ്മൾ വീണ്ടും ഓർക്കണം, ഞാൻ എസെക്കിയേൽ പ്രവചനത്തിൽ നിന്നൊരു വാക്യം എടുത്തോട്ടെ. അവിടെ എസെക്കിയേൽ പ്രവാചകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ 36-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അതിൻ്റെ 33 തൊട്ടുള്ള വാക്യം അതിൻ്റെ കഴിക്കാം. നിങ്ങളുടെ പട്ടണങ്ങളിൽ ഞാൻ ആളെ പാർപ്പിക്കും, ശൂന്യ സ്ഥലങ്ങളെയും പണിയും, വഴിപോകുന്ന എവരുടെയും കാഴ്ചയ്ക്ക് ശൂന്യമായി കിടന്ന പ്രദേശം കൃഷി നടക്കും. ശൂന്യമായി കിടന്ന ദേശം ഏദൻ തോട്ടം പോലെയാകും. പാഴി ശൂന്യമായി ഇടിഞ്ഞു കിടന്ന പട്ടണങ്ങൾ ഉറപ്പും നിവാസികൾ ഉള്ളവയായി തീരും. ഇടിഞ്ഞു കിടന്നിരുന്ന പട്ടണങ്ങളെ യഹോവയായി ഞാൻ പണിത് ശൂന്യദേശത്ത് നടുതല വെച്ചുണ്ടാക്കി എന്ന് നിങ്ങളുടെ ചുറ്റും ശേഷിച്ചിരിക്കുന്ന ജാതികളെന്നറിയും. ദൈവം പറയുകയാണ്, ശൂന്യ സ്ഥലങ്ങൾ ഏദൻ തോട്ടം പോലെയാകും, പട്ടണങ്ങൾ പണിയും. ഇപ്പോൾ ഇറാനിൽ നിന്ന് മിസൈലുകൾ അയച്ചു. അവർ ലക്ഷ്യം വെച്ചൊരു സ്ഥലം ടെലവീവ്. ടെലവീവ് എന്ന് പറയുന്ന പട്ടണം അത്ര വലിയ പട്ടണം, ക്യാപിറ്റലാണ്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പോയപ്പോൾ 300 5 സ്റ്റാർ ഹോട്ടലുണ്ട് ടെലവീവിൽ. നമ്മളിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്ന കോട്ടയത്താണ്. കോട്ടയത്ത് എത്ര 5 സ്റ്റാർ ഹോട്ടലുണ്ട്? ഇന്ത്യ മൊത്തം അത്രയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ടെലവീവ് എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രം 300 5 സ്റ്റാർ ഹോട്ടലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം ആ പട്ടണം എത്ര വലുതാണ്, ടൂറിസം അത്രമാത്രം. അപ്പോൾ ഞാൻ ചെല്ലുന്ന സമയത്ത് പറഞ്ഞു, ഇപ്പോഴും പണിതുകൊണ്ടിരിക്കുകയാണ് വേറെ ഹോട്ടൽസ്, ആളുകളുടെ ഇതുകൊണ്ട്. ഇവർ ഇറാനിൽ നിന്ന് അടിച്ച ഈ ഇൻ്റർകോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ അവരയച്ചത്, ചിലത് അയച്ചത് ഈ ടെലവീവിലോട്ടാണ്. കാരണം അത് അത്ര വലിയ പട്ടണമാണ്. ടെലവീവ്, ഹൈഫ ഭയങ്കര പോർട്ടാണ്, ഭയങ്കര രസമായ പട്ടണം, ഒരു സിറ്റിയാണ് അത് കാണാൻ. ഹൈഫ, ബർഷിബ, യെരുശലേം, അസ്തോദ്. ഞാൻ ചോദിച്ചോട്ടെ, കെട്ടിടങ്ങളില്ലായിരുന്നല്ലോ, മരുഭൂമിയായിരുന്നല്ലോ, മനുഷ്യനില്ലായിരുന്നല്ലോ. ഇന്ന് അവിടെ നമ്മൾ ഓർക്കണം, ഏതാണ്ട് 1 കോടിയോട് അടുക്കുന്നു ജനങ്ങൾ. അവിടെ പട്ടണങ്ങൾ, ഈ പറഞ്ഞ ലോകത്തിൻ്റെ വലിയ പട്ടണങ്ങളെ വെല്ലുവിളിക്കുന്ന പട്ടണങ്ങളുണ്ടായി. ലോകത്തിൽ വലിയ കൃഷിഭൂമികളായി മാറി, വെറും മരുഭൂമിയായി കിടന്ന സ്ഥലം. ഇനിയും നമ്മൾ വളരെ അത്ഭുതകരമായി നമുക്ക് തോന്നുന്നൊരു കാര്യം, പാലും തേനും ഒഴുകുന്ന ദേശമാണ്. എനിക്ക് ഒരു ബുക്ക് കിട്ടുന്നുണ്ടായിരുന്നു, ന്യൂസ് ഫ്രം ഇസ്രയേൽ എന്നും പറഞ്ഞ്. ഞാൻ അതിനകത്തുനിന്ന് ഒരുപാട് ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്തിട്ടുണ്ട്. എനിക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചു. ഞാൻ അവിടുത്തെ ഫാമിൽ പോയിട്ടുണ്ട്. അവിടുത്തെ ഫാമിൽ ചെന്നാൽ ഒരു ചെറിയ ആനക്കുട്ടിയുടെ വലുപ്പമാണ് ഒരു പശുവിനൊക്കെ. 800 കിലോ. ഈ പാലും തേനും ഒഴുകുമെന്ന് പറഞ്ഞേക്കുന്നത്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പശുക്കൾ ഇസ്രയേൽ പശുക്കളാണ്. 10,208 കിലോഗ്രാം ഒരു വർഷം ഒരു പശു ഉൽപ്പാദിപ്പിക്കും. അമേരിക്കയിലെ പശുക്കൾ 9,331 കിലോഗ്രാമേ ഉണ്ടാക്കുള്ളൂ. യൂറോപ്പിലെ പശുക്കൾ 6,139. അപ്പോൾ ഇവരോടുള്ള ബന്ധത്തിൽ നോക്കി, ഇസ്രയേലിൻ്റെ പശുക്കളാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പശുക്കൾ. അവരുടെ ടെക്നോളജി അതുപോലത്തെയാണ്.
ഈ രജിസ്ട്രേഷൻ്റെ ഭാഗം ഈ റീസ്റ്റോർ ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ ഇവരുടെ സിറ്റീസ് അതുപോലെ അഗ്രികൾച്ചറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ ഭാഷയെക്കുറിച്ച് ചോദിച്ചത് നന്നായി. അവരുടെ ലാംഗ്വേജ് ഡെഡ് ലാംഗ്വേജ് ആയിരുന്നു. അതായത് അവരുടെ ഇപ്പോഴത്തെ ഭാഷ എന്ന് പറയുന്നത് എബ്രായ ഭാഷ. ഇപ്പം എബ്രായ ഭാഷയാണ്. അതായത് മൃതപ്രായമായ എന്ന് പറഞ്ഞാൽ ആരും സംസാരിക്കുകയല്ല. നമുക്കറിയാം, നമ്മുടെ കുട്ടികളൊക്കെ അമേരിക്കയിൽ പോയി ജീവിക്കുകയാണെന്ന് വിചാരിച്ചു. ഒരു 50 വർഷം കഴിഞ്ഞ് കുട്ടികൾ തിരിച്ചു വന്നാൽ മലയാളം പറയുമോ? മറന്നു പോകും, അല്ലെങ്കിൽ ഓക്കെ, ഞാൻ ചോദിച്ചോട്ടെ, ഇവർ ലോകത്തിൽ ചിതറിക്കിടന്നു ഏതാണ്ട് 1800-2000 വർഷം, ജനറേഷൻസ്. അങ്ങനെ ഈ ഭാഷ മറന്നുപോയി. പിന്നീട് ചില ഭാഷകൾ മിക്സഡായി. ലാഡിനോ എന്നും ഒക്കെ പറഞ്ഞ ഭാഷകൾ സ്പാനിഷ് ലാംഗ്വേജും അതുപോലെ ജർമ്മൻ ലാംഗ്വേജിനോടൊക്കെ ചേർന്നിട്ട് വേറെ ഭാഷകളൊക്കെ ഉണ്ടായി. അങ്ങനെ ഹീബ്രു ലാംഗ്വേജ് ഡെഡായി. ഞാൻ വായിച്ച് മനസ്സിലാക്കിയത്, ലോകത്തിൽ ഒരു ഡെഡ് ലാംഗ്വേജും വീണ്ടും റിസറക്റ്റ് ചെയ്തിട്ടില്ല എക്സെപ്റ്റ് ഹീബ്രു. എബ്രായ ഭാഷ വീണ്ടും പുനർജീവിപ്പിക്കപ്പെട്ടു. അതിന് പ്രധാനപ്പെട്ട ആൾ എലിയാസർ ബെൻ യഹൂദ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ പ്രയത്നമാണ്. അത് പറയാൻ പോയാൽ കുറേയേറെയുണ്ട്. എലിയാസർ ബെൻ യഹൂദ, അദ്ദേഹം ആദ്യം വന്ന് ഈ വിലാപമതിലിൻ്റെ അവിടെ ആരാധിക്കുന്നവരെ, പ്രാർത്ഥിക്കുന്നവരെ കണ്ട് അവരോട് എബ്രായ ഭാഷയിൽ അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹത്തെ എറിയാൻ കല്ലെടുത്തു. കാരണം അവരുടെ സിനഗോഗിൽ സംസാരിക്കുന്ന ഭാഷ ഇപ്പോൾ അയാൾ സംസാരിക്കുന്നു. അത് ഈ വിശുദ്ധ ഭാഷ സംസാരിക്കുന്ന അയാളെ എറിഞ്ഞു കൊല്ലാൻ തുടങ്ങിയതാണ്. അയാൾ അവിടെ നിന്ന് പ്രവർത്തിച്ച് ഡിക്ഷണറി എഴുതി, എൻസൈക്ലോപ്പീഡിയ എഴുതി. ഈ എലിയാസർ ബെൻ യഹൂദ എന്ന് പറയുന്ന മനുഷ്യൻ എബ്രായ ഭാഷ കൊണ്ടുവന്ന് ഇന്ന് അവരുടെ നാഷണൽ ലാംഗ്വേജ് ഹീബ്രു ലാംഗ്വേജാണ്. ഞാനിനി 1-2 വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. കർത്താവ് മടങ്ങി വരുമ്പോൾ യെശയ്യാപ്രവചനം 19-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുന്ന കാലഘട്ടം, അന്ന് കർത്താവ് മടങ്ങി വരുമ്പോൾ അതിൻ്റെ 18-ാമത്തെ വാക്യം ഞാൻ വായിക്കുകയാണ്. ഇങ്ങനെയാണ് വായിക്കുന്നത്: അന്നാളിൽ മിസ്രയീം ദേശത്ത് 5, അതായത് ഈജിപ്തിൽ 5 പട്ടണങ്ങൾ കനാൻ ഭാഷ സംസാരിച്ച് സൈന്യങ്ങളുടെ യഹോവയോട് സത്യം ചെയ്ത്. നോക്കുക, അന്ന് ഈജിപ്തിലെ 5 പട്ടണങ്ങൾ എബ്രായ ഭാഷ സംസാരിക്കും. ഓക്കെ, നമ്മൾ വീണ്ടും സഫന്യ പ്രവചനം അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാം വാക്യം, അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. 9-ാം വാക്യം: അപ്പോൾ സകല ജാതികളും യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് ഏകമനസ്സോടെ അവനെ സേവിക്കേണ്ടതിന് ഞാൻ അവർക്ക് നിർമ്മലമായ ഒരു അധരം കൊടുക്കും. ഞാനത് ലിവിങ് ബൈബിളിൽ ഒന്ന് ഇംഗ്ലീഷിൽ വായിക്കാം. അറ്റ് ദ ടൈം ഐ വിൽ ചേഞ്ച് ദ സ്പീച്ച് ഓഫ് മൈ റിട്ടേണിംഗ് പീപ്പിൾ ടു പ്യുവർ ഹീബ്രു സോ ദറ്റ് ഓൾ ക്യാൻ വർഷിപ്പ് ടുഗദർ. ഭാഷയെ റീസ്റ്റോർ ചെയ്യുന്ന കാര്യം അവിടെ പറഞ്ഞു. അതെ, പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെ ജെരമ്യാ പ്രവചനം 31:23 ഹിബ്രു ലാംഗ്വേജ് റീസ്റ്റോർഡായി. ഇനിയും ഇതിലും രസകരമായൊരു കാര്യം ഞാൻ കാണിക്കാം. ഇതിലും രസകരമായൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അത് ഞാൻ ഇസ്രയേലിൽ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇസ്രയേൽ രാജ്യത്ത് ചെന്ന് കയറുമ്പോൾ വളരെ അവരുടെ ഈ ഇമിഗ്രേഷനിലൊക്കെ ചെല്ലുമ്പോൾ ബസ്സിലിരിക്കുമ്പം തന്നെ ഇൻഫർമേഷൻ തരും. സാറിന് ജോർഡനിൽ ചെന്നിട്ട് അങ്ങോട്ട് പോകുന്നത് വളരെ കെയർഫുള്ളായിരിക്കണം, ആരും ഫോട്ടോ എടുക്കരുത്, ഓരോരുത്തർ അവരവരുടെ ലഗേജ് എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ തന്നെ എല്ലാം പേടിയാണ്. നമുക്ക് ആ ഇമിഗ്രേഷൻ ഒന്ന് അപ്പുറത്ത് കടക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. നമ്മുടെ തന്നെ ലഗേജ് വലിച്ചുകൊണ്ട് ഇമിഗ്രേഷന് കൂടെ പോവാം. ഞാൻ ഒരു കാര്യം കണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഇമിഗ്രേഷനിലിരിക്കുന്ന മിക്കവാറും പെൺകുട്ടികളാണ്, ചെറുപ്പക്കാർ പെൺകുട്ടികൾ. എൻ്റെ കണ്ണു പോയപ്പോൾ തോക്കുധാരികളായ സ്ത്രീകൾ, ചെറുപ്പക്കാരുകളായ സ്ത്രീകൾ. പിന്നീട് ഞാൻ മനസ്സിലാക്കി, ഇവർക്ക് കമ്പൽസറി ആയിട്ട് എല്ലാ സ്ത്രീകളും ആർമിയിൽ സേർവ് ചെയ്യണം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സ്ത്രീകൾ സേർവ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ അവരുടെ ഇമിഗ്രേഷനിലും അവിടെ ഇവിടെ മുഴുവൻ ഈ തോക്കുധാരികളായ ഫൈറ്റ് ചെയ്യുന്ന സ്ത്രീകൾ നമുക്ക് കാണാൻ കഴിയുന്നു. എൻ്റെ ശ്രദ്ധ പെട്ടെന്നൊരു വാക്യത്തിൽ പോയി.
ദൈവജനത്തിലെ പ്രവചനങ്ങൾ ഒന്നൊന്നായി നിവർത്തിക്കപ്പെടുന്നത് കൺമുമ്പിൽ കാണാൻ കഴിയും. ഞാൻ ഓർപ്പിച്ചില്ലേ, അത്ഭുതകരമായി എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, അവരുടെ ഇമിഗ്രേഷനിൽ മുഴുവൻ അവരുടെ സ്ത്രീകൾ, അവരുടെ പട്ടാളത്തിലെ സ്ത്രീകൾ, തോക്കുധാരികളായ സ്ത്രീകളെ നമ്മൾ അവിടെ ചെന്നാൽ ചെറുപ്പക്കാർ പെൺകുട്ടികൾ. അപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ കമ്പൽസറി ആയിട്ട് അവിടുത്തെ പുരുഷന്മാരെ സ്ത്രീകളും അവിടെ ആർമിയിൽ സെർവ് ചെയ്യണം. അവിടെയുള്ള ഏത് പെണ്ണിനെ എടുത്താലും, അതായത് ഹൗസ് വൈഫ്സ്, ദേ ആർ ട്രെയിൻഡ് സോൾജറാണ്. അവരുടെ വീടുകളിൽ തോക്കുണ്ട്. കാരണം അവർ ശത്രുക്കളുടെ നടുക്ക് ജീവിക്കുന്നവരാണ്, റെഡിയാണ് എപ്പോഴും. അതുകൊണ്ടാണ് അവർക്ക് റിസർവിനെ വിളിക്കുമ്പോൾ ഇപ്പം 1 മില്യൺ ആളുകളെ വരെ അവർക്ക് 24 മണിക്കൂറിന് ഫീൽഡ് ചെയ്യും. അവർ ട്രെയിൻഡ് ആളുകളാണ്, ആർമി ട്രെയിൻഡാണ്, പല വർഷങ്ങൾ സെർവ് ചെയ്ത്. ഇപ്പോൾ അവർ ഹൗസ് വൈഫായിരിക്കും, പക്ഷേ ഹൗസ് വൈഫായിട്ട് അവർ ഇരിക്കുമ്പോഴും ആ വീട്ടിൽ കുക്ക് ചെയ്യുമ്പോഴും അവരുടെ വീട്ടിൽ തോക്കുണ്ട്. അങ്ങനെ ഈ സ്ത്രീകൾ, നമ്മളിന്നാൽ ഓർക്കണം, ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ സ്ത്രീകൾ ഒരിക്കലും ആയുധം എടുത്തിട്ടില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം യെരമ്യാ പ്രവചനം 31-ാം അധ്യായത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. ഈ വാക്യമാണ് ഞാൻ അവിടെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു. 31-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 21-22 വാക്യം. നിനക്ക് അടയാളങ്ങളെ വെക്കുക, കൈചൂണ്ടികളെ നാട്ടുക. നീ പോയ പെരുവഴി മനസ്സിൽ വെച്ചുകൊള്ളുക, ഇസ്രായേൽ കന്യകയെ മടങ്ങി വരിക. അവരെ മടങ്ങി കൊണ്ടുവരുന്ന കാര്യമായി പറയുന്നത്. നിൻ്റെ ഈ പട്ടണങ്ങളിലേക്ക് തന്നെ മടങ്ങി വരിക. വിശ്വാസത്യാഗിനിയായ മകളെ, നീ എത്രത്തോളം ഉഴുന്നു നടക്കും? അടുത്തത് നോക്കിയോടെ, യഹോവ ദേശത്തൊരു പുതുമ സൃഷ്ടിക്കുന്നു, സ്ത്രീ പുരുഷനെ ചുറ്റി പരിപാലിക്കും. വാക്കുണ്ടോ? സ്ത്രീ പുരുഷനെ ചുറ്റി പരിപാലിക്കും. അതായത് ഒരു സ്ത്രീ പുരുഷനെ പ്രൊട്ടക്റ്റ് ചെയ്യും മടക്കി കൊണ്ടിരുമ്പോൾ. ഒരു കാര്യം ഓർക്കണം, ഇസ്രായേലിൻ്റെ ചരിത്രം അബ്രഹാമിൻ്റെ കാലം തൊട്ട് നോക്കിയാൽ അവരുടെ സ്ത്രീകൾ ആയുധമെടുത്തിട്ടില്ല. എന്നാൽ ദൈവം പറഞ്ഞു, ഞാനൊരു പുതുമ സൃഷ്ടിക്കും, സ്ത്രീ പുരുഷനെ പരിപാലിക്കും. നമ്മുടെ കൺമുമ്പിൽ ഇന്ന് കാണുകയാണ്. മാത്രമല്ല, ഇസ്രായേൽ ഇന്ന് ചെറിയൊരു രാജ്യമാണ്. അവരുടെ നീളമെന്ന് പറഞ്ഞാൽ 470 കിലോമീറ്ററേ ഉള്ളൂ. അവരുടെ വീതി കൂടിയ ഭാഗം 135 കിലോമീറ്ററേ ഉള്ളൂ. അത്ര ചെറിയൊരു രാജ്യം. കേരളത്തിൻ്റെ അത്രയൊന്നുമില്ല. നമ്മുടെ 1, 2, 3 ഡിസ്ട്രിക്റ്റുകൾ ചേർന്ന് ഇതേ കാണുള്ളൂ. അത്ര ചെറിയൊരു രാജ്യമാണ് ഈ രാജ്യം. പക്ഷേ ദൈവം അവരോട് പറഞ്ഞു, നിങ്ങളെ ഞാനൊരു മൈറ്റി നേഷനാക്കും. അതിൻ്റെ സൈനിക ശക്തിയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 18:18 ഉൽപ്പത്തി 18:18 ഇങ്ങനെ വായിക്കുന്നുണ്ട്. 18:18 അബ്രഹാം വലിയതും ബലവുമുള്ള ജാതിയായി തീരും. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മൈറ്റി, എ ഗ്രേറ്റ് ആൻഡ് മൈറ്റി നേഷൻ, വളരെ ശക്തി കൂടിയ ഒരു രാഷ്ട്രമാകും. ഇനിയും നമ്മൾ, ഞാൻ ഓർപ്പിച്ചല്ലോ, ദൈവത്തിൻ്റെ 2 ഇടപെടൽ. യെരമ്യാ പ്രവചനത്തിൽ നിന്ന് വാക്യം വായിച്ച് കേൾപ്പിച്ചു. ഒരിക്കൽ നിന്നെ പറിപ്പാനും മുടിപ്പാനും ഞാൻ ജാഗരിച്ചതുപോലെ പണിയുവാനും നടുവാനും ജാഗരിക്കും. ഞാൻ അതോട് ചേർത്ത് ഒരു വാക്യം കൂടെ വായിച്ച് ഞാനിത് കൺക്ലൂഡ് ചെയ്യാം. ഇസ്രയേൽ ഇന്ന് എത്ര യുദ്ധങ്ങളിൽ ഏർപ്പെടുന്നു? 48 യുദ്ധം, 56 യുദ്ധം, 67 യുദ്ധം, 73 യുദ്ധം, 82 യുദ്ധം. ഇത് കഴിഞ്ഞിട്ടും 5 പ്രധാനപ്പെട്ട യുദ്ധങ്ങളും വീണ്ടും യുദ്ധങ്ങൾ തന്നെയാണ്. ഗാസയിലെ യുദ്ധം 1 വർഷം കഴിഞ്ഞു, ലെബനോനിലെ യുദ്ധം. ഇവരുടെ ചുറ്റും ഇവർ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു യുദ്ധത്തിൽ ഇവർ പരാജയപ്പെടുന്നില്ലല്ലോ. എന്നാൽ 2000 വർഷം ഇവർ പരാജയമേ കണ്ടിട്ടുള്ളൂ. ഇവർ ഒരിക്കൽ പോലും വിജയിച്ചിട്ടില്ല. ഇവർ വിജയിക്കാൻ പട്ടാളവും ഇല്ല, ഒന്നുമില്ല. മറ്റുള്ളവർ അവരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ദൈവത്തെ അനുസരിക്കാതെ വന്ന സന്ദർഭങ്ങളിൽ ലേവ്യ പുസ്തകം 26-ാം അധ്യായം 26:17 ഇങ്ങനെ വായിക്കുന്നു. 17-ാം വാക്യത്തിൽ, ഞാൻ നിങ്ങളുടെ നേരെ ദൃഷ്ടി വെച്ച് നിങ്ങൾ ശത്രുക്കളോട് തോറ്റുപോകും. ഓക്കെ. എന്നാൽ ദൈവം അവർക്ക് അനുകൂലമായിരിക്കുന്നൊരു സമയം. ആവർത്തനം 28 അതുകൂടെ വായിക്കാം. ആവർത്തനം 28 അതിൻ്റെ 7-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിൻ്റെ മുമ്പിൽ തോൽക്കുമാറാക്കും.
നിന്നോട് എതിർക്കുന്നവരെ യഹോവ നിന്റെ മുന്നിൽ തോൽക്കുമാറാക്കും. ഏതെങ്കിലും യുദ്ധത്തിൽ അവർ ഇന്ന് തോൽക്കുന്നുണ്ടോ? ഇല്ല. എന്താ തോൽക്കാത്തത്? ദൈവം അവർക്ക് അനുകൂലമാണ്. ഒരിക്കൽ നിന്നെ പറിച്ച് മുടിച്ചു കളയുവാൻ ഞാൻ ജാഗരിച്ചു, പക്ഷേ ഇന്ന് നിന്നെ പണിയാനും നടുവാനും ജാഗരിക്കുക. നമ്മൾ ഈ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ ദൈവത്തിൻ്റെ ഒരു വലിയ കരുണ അല്ലേ, അതല്ലേ ഈ ഒരു കാര്യത്തോടുള്ള ബന്ധത്തെ നമുക്ക് അറിയാം. ദൈവത്തിന് അവരോടൊരു ഒരു ഒരു പ്രത്യേകതയുണ്ട്. അല്ല, ദൈവത്തിൻ്റെ ഒരു കരുണയുടെ ഒരു പ്രതിഫലനമല്ല ഈ ഇസ്രായേലിനെ നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും. തീർച്ചയായിട്ടും. കാരണം ഒരു സമയത്ത് അവരെ പറിച്ചു കളയുവാൻ, മുടിച്ചു കളയാൻ, എന്നാൽ ആ ദൈവം തന്നെ അവരോട് അനുകൂലമായിരിക്കുന്നു. ഈ രാഷ്ട്രത്തോടൊരു പ്രത്യേകമായ ദൈവത്തിൻ്റെ ഇടപെടലുണ്ട്. ആ ഇടപെടൽ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ കാണുകയാണ്. പക്ഷേ ഇത് കാണുമ്പോൾ പത്രോസ് രേഖപ്പെടുത്തി ഈ യഥാസ്ഥാനത്തിൻ്റെ ഒരു നാളുകളുണ്ട്. അവരെ മടക്കിക്കൊണ്ടിരുന്നൊരു കാലമുണ്ട്. അങ്ങനെ തന്നെയാണ് പറഞ്ഞ കാലം. ഒരു കാലത്ത് ദൈവം ഒരു കരുണയും കാണിച്ചില്ല, പക്ഷേ ഇപ്പോൾ അവരോട് കരുണ കാണിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടമാണ്. ഞാൻ വേണമെങ്കിൽ ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ച് കൺക്ലൂഡ് ചെയ്യാം നമുക്ക് ആ ഭാഗം. അതായത് സങ്കീർത്തനങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അത് വളരെ രസകരമായി നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമാണ് 102 സങ്കീർത്തനം. നീ എഴുന്നേറ്റ് സിയോണിന് കരുണ കാണിക്കും, അവളോട് കൃപ കാണിപ്പാനുള്ള കാലം അതിനുള്ള സമയം വന്നിരിക്കുന്നു. നിൻ്റെ ദാസന്മാർക്ക് അവളുടെ കല്ലുകളോട് താല്പര്യം, അവളുടെ പൂഴിയോട് അനിവ് തോന്നുന്നു. അടുത്ത വാക്യം കേട്ടോണം. യഹോവ സിയോനെ പണിയും, തൻ്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകും. അതായത് ദൈവം ഇവരോട് കൃപ കാണിക്കുന്ന ഒരു കാലം. ഈ കാലത്ത് അവരുടെ ദാസന്മാർക്ക് കല്ലുകളോട് താല്പര്യം. നമ്മൾ ഇസ്രായേലിൽ ചെന്നാൽ, ഉദാഹരണമായിട്ട് യെരുശലേമിൽ ചെന്നാൽ, വിലാപമതിലിൻ്റെ കല്ലിൻ്റെ അടുക്കൽ അവർ പ്രാർത്ഥിക്കുന്നു, തലയിട്ട് ഇങ്ങനെ ഇടിക്കുന്നു, ആ കല്ലുകളെ പരതി നോക്കുന്നു. ആ കല്ലുകളോട് അവർക്ക് താല്പര്യം. ഒരു കാലഘട്ടത്തിൽ അവിടെ ഒന്ന് കയറുവാൻ അവർ കൊതിച്ചു. 2000 വർഷം അവരെ പ്രവാസികളായി കിടന്നപ്പോൾ അവരുടെ മുഖം അങ്ങോട്ട് തിരിച്ചു വെച്ചവർ പ്രാർത്ഥിച്ചു, അടുത്ത വർഷം യെരുശലേമിൽ. ദൈവം അനുവദിച്ചില്ല. എന്നാൽ ദൈവം അവരോട് കരുണ കാണിക്കാനുള്ള ഒരു കാലം, കൃപ കാണിക്കാനുള്ള കാലം അത് വന്നപ്പോൾ ആ ദാസന്മാർ കല്ലുകളെ സ്പർശിക്കുന്നു, കനിവ് തോന്നുന്നു. എന്നിട്ട് എടുത്ത് പറഞ്ഞു, യഹോവ സിയോനെ പണിയും, തൻ്റെ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. ഇതെല്ലാം കാണിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ 2ാം വരവിന് വേണ്ടി ഒരുങ്ങുന്ന കാര്യമാണ്. യെസ്, ആ കർത്താവിന് വേണ്ടി കാത്തു നിൽക്കുന്നവരെ രക്ഷിക്കാൻ അവൻ വീണ്ടും വരും, പെട്ടെന്ന് വരും. അതുകൊണ്ട് ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് അവന് വേണ്ടി ജീവിതം സമർപ്പിച്ച് ഒരു ദൈവ പൈതലായിട്ട് ജീവിക്കേണ്ട കാലഘട്ടം ആവിർഭവിച്ചിരിക്കുന്നു. അവൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ദൈവം അതിന് സഹായിക്കട്ടെ. യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു ദൈവത്തിൻ്റെ ചരിത്രം അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചാണ് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്നത്. ഇസ്രായേലിൻ്റെ വരൾച്ചയുടെ അനുഭവം ഏകദേശം 2000 വർഷത്തോളം. അതിനുശേഷം ഇസ്രായേൽ ഒരു ജാതിയാവുന്നു, അല്ലെങ്കിൽ ഒരു രാഷ്ട്രമാവുന്നു. ആ രാഷ്ട്രത്തെ യഥാസ്ഥാനപ്പെടുത്തുന്ന അവരുടെ ഭൂമിശാസ്ത്രപരമായി, അതുപോലെ തന്നെ അവരുടെ എല്ലാ മേഖലയിലും, ഈവൻ അവരുടെ ഭാഷ പോലും യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് നാം കേട്ടത്. നമ്മുടെ ജീവിതങ്ങളിലും യഥാസ്ഥാനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം ഉണ്ട്. ആ ദൈവത്തെക്കുറിച്ചാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മരുഭൂമിയുടെ അനുഭവം, അല്ലെങ്കിൽ പാപത്തിൻ്റെ അനുഭവം, വരൾച്ചയുടെ അനുഭവം, അന്ധകാരത്തിൻ്റെ അനുഭവം, അതെല്ലാം മാറ്റി നമ്മുടെ ജീവിതത്തെ യഥാസ്ഥാനപ്പെടുത്തുവാൻ വലിയവനായ ദൈവം ആഗ്രഹിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ആ നിലയിൽ യഥാസ്ഥാനപ്പെടുത്തുന്ന സ്നേഹമുള്ള, കരുണയുള്ള ഒരു ദൈവത്തെ അറിയുവാൻ ഇടയായിത്തീരട്ടെ ഈ എപ്പിസോഡുകൾ മുഖാന്തരം. ഈ വിവരങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഇമെയിൽ ID, അതുപോലെ വെബ്സൈറ്റ്, ഇതിലൊക്കെ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.